പ്രാണ ഹീലിങ്ങിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് ഉള്ള ആദ്യ പാഠം എന്ന് പറയുന്നത് നമ്മുടെ കരങ്ങളെ, അതായത് കൈപ്പത്തികളെ, അതിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ആ സെൻസിറ്റിവിറ്റി കൂട്ടുന്ന എക്സർസൈസാണ് പ്രാണ ഹീലിങ്ങിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അത് പ്രാക്ടിക്കലാണ്. അത് കുറച്ച് അധികം നാൾ ചെയ്ത് ശരിയാക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സർസൈസാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൈകൾ ഇതാണ്, ഇങ്ങനെ അടുപ്പിച്ച് പിടിക്കണം. ഇങ്ങനെ പിടിക്കാം. കൈയുടെ മുട്ടിന് താഴത്തേക്ക് വലിയ ബലമൊന്നും കൊടുക്കരുത്, പ്രഷർ കൊടുക്കരുത്. സ്വാഭാവികമായ ഒരു ബലം കൊടുക്കാതെയാണ് കൈ പിടിക്കേണ്ടത്. സിമ്പിളായിരിക്കണം. ഒരിക്കലും ബലം കൈക്ക് കൊടുക്കരുത്. അങ്ങനെ ഫ്രീ ആയിട്ട് കൈ പിടിക്കാം. ഈ കൈയിൻ്റെ നടുക്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് അതിൻ്റെ നമ്മുടെ കൈയിൻ്റെ ഉള്ളിലും ഒരു പന്തുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു പന്ത് നമ്മുടെ ഉള്ളിൽ, ഇതിൻ്റെ കൈ രണ്ടിൻ്റെ നടുക്കൊരു പന്തുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ പന്തിനെ നമ്മളൊന്ന് കറക്കാൻ പോവാണ് രണ്ട് കൈ കൊണ്ട്. ആ കറക്കണതിനൊരു വിധമുണ്ട്. അതിലാണ് നിങ്ങൾ വിജയിക്കേണ്ടത്. ഇത് ഇങ്ങനെ കറക്കണം. ഇതിങ്ങനെ കറക്കണം, അതായത് ക്ലോക്ക് വൈസ് ഇതിങ്ങനെ കറക്കണം. രണ്ട് കൈയും അനക്കം വേണം. ഏതെങ്കിലും ഒരു കൈ കൊണ്ട് മാത്രം ചെയ്യരുത്. വിരലുകൾ ചേർത്ത് പിടിച്ചിരിക്കണം. ഇങ്ങനെ കറക്കണം. ആ പന്തിനെ കറക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. കൈയിൻ്റെ ഉള്ളിലൊരു പന്തുണ്ടെന്ന് സങ്കല്പിക്കണം. അങ്ങനെ നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം കറക്കണം. അതിനുശേഷം കൈ നേരെ ഇങ്ങനെ കൊണ്ടുവരണം. അതിനുശേഷം അതിനെ തിരിച്ച് കറക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും അത് തിരിച്ച് കറങ്ങി. അങ്ങനെ ഒരു 5-10 തവണ ചെയ്യാം. ഒരു 5-10 തവണ തിരിച്ച് വീണ്ടും അത് നമ്മൾ അഭിമുഖമായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഈ അഭിമുഖമായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഹസ്തചക്ര, സെൻറ്ററിലുള്ള ഹസ്തചക്രയും അങ്കുലി ചക്രങ്ങളും ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് രൂപപ്പെടാൻ പോവാണ്. ഇത് നിങ്ങൾ ഫീൽ ചെയ്യും. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ബലം കൊടുക്കാതെ ഈ കൈകൾ പതുക്കെ അകത്തുക. അഭിമുഖമായിട്ട് തന്നെ വീണ്ടും അടുപ്പിക്കുക. മുട്ടാത്ത രീതിയിൽ ഇത്രയും അടുപ്പിക്കുക. വീണ്ടും പതുക്കെ അകത്തുക. ബലം കൊടുക്കാതെ വേണം അകത്താൻ. വീണ്ടും പതുക്കെ അകത്തുക. വീണ്ടും ചേർക്കുക. വീണ്ടും അകത്തുക. ആ കൈ കുറച്ച് കൂടുതൽ അകന്ന് പോകാം. അതുകൊണ്ട് വീണ്ടും കൊണ്ടുവരാം. വീണ്ടും നമ്മൾ കൈ അകത്തുക. കുറച്ച് കൂടുതൽ അകത്താം. ഒരടി അകലത്തിൽ വരാം. അത് കഴിഞ്ഞ് വീണ്ടും പതുക്കെ, പെട്ടെന്ന് ചേർക്കരുത്, പതുക്കെ കൊണ്ടുവരണം. പതുക്കെ. അതുപോലെ അകത്തുന്നതും പതുക്കെ വേണം. പതുക്കെ അകത്തി മുമ്പോട്ട് കൊണ്ടുവരണം. അകത്തുക. ഒരടി അകലത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ചേർക്കുക. ഇങ്ങനെ നിങ്ങളൊരു കുറേ തവണ ചെയ്യുക. നിങ്ങളുടെ കൈക്കുണ്ടാവുന്നൊരു ഫീലിംഗ്, എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ, അത് അനുഭവപ്പെട്ടെങ്കിൽ മാത്രം നമുക്ക് നിങ്ങളുടെ ഇതിൻ്റെ കീഴിൽ എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന് പറയുക. ഒന്നും തോന്നിയില്ലെങ്കിൽ വീണ്ടും അത് ചെയ്യുക. അങ്ങനെ ഒരു 3 ദിവസം ഇത് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് 3 ദിവസം കഴിഞ്ഞ് അടുത്ത ക്ലാസ് തുടങ്ങാം. ഓക്കെ.